ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഉൽപ്പത്തി 2:21 ദൈവം ആദാമിനെ ഗാഠനിദ്രയിലാക്കിയത് അവൻ്റെ പാർശ്വത്തിൽ നിന്ന് ഒരു അസ്ഥി എടുക്കാൻ വേണ്ടിയാണെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ഹവ്വായെ സൃഷ്ടിക്കാൻ ദൈവം ആദാമിൻ്റെ അസ്ഥി ഉപയോഗിച്ചു. അതായിരുന്നു ആദ്യത്തെ ശസ്ത്രക്രിയ. ദൈവമായിരുന്നു ആദ്യത്തെ സർജൻ. ആദാമിനെ മണ്ണിൽ നിന്നുണ്ടാക്കിയപ്പോൾ ദൈവത്തിന് ഹവ്വയെ ഉണ്ടാക്കാൻ ആദാമിൻ്റെ ഒരു ഭാഗം ആവശ്യമായി വന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഉൽപ്പത്തി 2:18 ശ്രദ്ധിക്കൂ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തുണയ്ക്കായി തിരഞ്ഞ ദൈവം എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മനുഷ്യന് എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടു. എന്നാൽ സഹായിയെ കണ്ടെത്താനായില്ല എന്ന് ഉൽപ്പത്തി 2:20 പറയുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി 2:21 പറയുന്ന പോലെ മനുഷ്യന് ഗാഠനിദ്ര വരുത്തി, അതായത് അനസ്തേഷ്യ നൽകി ഉറങ്ങിയപ്പോൾ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു വാരിയെല്ലിനെ സ്ത്രീയാക്കി ആദാമിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇപ്രാവശ്യം ആദം തുണയെ കണ്ടെത്തി. എന്നിട്ട് ഉൽപ്പത്തി 2:23 ഇങ്ങനെ പറയുന്നു, അപ്പോൾ ആദം, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാക്കും എന്ന് പറഞ്ഞു. അടുത്ത വാചകത്തിൽ ദൈവം അവരെ ചേർത്ത് കുടുംബത്തെ പണിതു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. അങ്ങനെ പിതാവായ ദൈവം വിവാഹം സ്ഥാപിച്ചത്. വിവാഹബന്ധം ആണിൻ്റെയും പെണ്ണിൻ്റെയും ഐക്യത്തെ അതിൻ്റെ ആഴത്തിലുള്ള ശാരീരികവും മാനസികവും വ്യക്തിപരവുമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ ബന്ധം അത്രയ്ക്ക് പവിത്രമായി സൂക്ഷിക്കേണ്ടതിനാൽ 1 കൊരിന്ത്യർ 11:8-9 പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കൂ. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്ന് അത്ര ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. 11:12 കേൾക്കൂ. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉണ്ടാകുന്നു. എന്നാൽ സകലവും ദൈവത്തിൽ നിന്നാകുന്നു. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. ഏക ശരീരമാകാനായിട്ടാണല്ലോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും പറയുന്നു. ദൈവം ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനെതിരാണ്. യേശുവിനോട് ശിഷ്യന്മാരും യഹൂദരും സ്ത്രീയെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നതായി മാർക്കോസ് 10:1-12 മത്തായി 19:8-9, മത്തായി 5:32 ഇവയിൽ നമുക്ക് കാണാം. മറ്റാളുകളെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും കാരണത്താൽ തങ്ങളുടെ ഇണകളെ വിവാഹമോചനം ചെയ്യാൻ ഒഴിവുകഴി തേടുന്നവർ യഥാർത്ഥത്തിൽ വ്യഭിചാരം ചെയ്യുകയാണെന്ന് യേശു വിശദീകരിക്കുന്നു. വിവാഹത്തിനായുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപകൽപ്പനയെ നിരാകരിച്ച വൈവാഹിക അവിശ്വസ്തതയുടെ ഒരു പ്രവൃത്തിയാണത്. എന്നാൽ അനുവദനീയമായ ചില സാഹചര്യങ്ങൾ ബൈബിളിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അത് അനുവദനീയമാണെങ്കിലും ആവശ്യകതയായി പറയുന്നില്ല. മത്തായി 5:32 ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ലൈംഗിക അധാർമികത സംഭവിക്കുമ്പോൾ വിവാഹമോചനം അനുവദിക്കുന്നു. കേൾക്കൂ. ഞാനോ നിങ്ങളോട് പറയുന്നത്, വ്യഭിചാരം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. മനുഷ്യർ ഭൂമിയിൽ വെച്ച് പരസ്പരം അവിശ്വസ്തതയാലും ആത്മാർത്ഥതയില്ലായ്മയാലും സ്വാർത്ഥ താല്പര്യത്താലും വിവാഹബന്ധത്തിൻ്റെ പവിത്രതയെ അവഗണിക്കുന്നു. ആ ബന്ധം നിഷ്കരണം വലിച്ചു കീറുന്നു. ചിലരാകട്ടെ ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ പവിത്രത നഷ്ടപ്പെടുത്തുന്നു. ഇതെല്ലാം ദൈവം വെറുക്കുന്ന വസ്തുതകൾ തന്നെ. ബൈബിളിൽ ഭൗമികമായ വിവാഹം ക്രിസ്തുവും അവൻ്റെ സഭയും തമ്മിലുള്ള പൂർണ്ണമായ ശാശ്വതമായ ഐക്യത്തെ ചിത്രീകരിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ശരീരത്തെ തിരുവെഴുത്തുകളിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് വിളിക്കുന്നു. ക്രിസ്തു ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുകയോ നമ്മോട് അവിശ്വസ്തത കാണിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ഉപേക്ഷിക്കുകയില്ല. എഫേസ്യർ 5:25-27 വായിച്ചു നോക്കണം. വെളിപാട് 19 പറയുന്നത് പോലെ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം കൊണ്ട് അലങ്കരിക്കാൻ കുഞ്ഞാടിൻ്റെ കല്യാണ ദിനത്തിൽ അവൻ്റെ മണവാട്ടിയായി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി
അനുഗ്രഹിക്കട്ടെ.